ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചിക്കൻ കറിയുടെ ടേസ്റ്റിൽ ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ഒരു പൊട്ടറ്റോ കറി ആയിട്ടാണ്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പുട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കാം കേട്ടോ. ഈ ഒരു കറി നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സമയത്ത് വീട്ടിലുള്ള കുട്ടികളാണെങ്കിലും വലിയ ആൾക്കാരാണെങ്കിലും നമ്മളോട് ചോദിക്കും, ഇന്ന് ചിക്കൻ കറി ആണോ ഉണ്ടാക്കുന്നതെന്ന്. ആ ഒരു സ്മെല്ലും ഫ്ലേവറും ടേസ്റ്റും ഒക്കെ അടങ്ങിയ ഒരു അടിപൊളി കറിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാൻ നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഉരുളക്കിഴങ്ങ് നന്നാക്കി എടുക്കാം. ഞാനിവിടെ 4 എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വലിപ്പത്തിനാണ് ഞാൻ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് വലിപ്പം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അത്യാവശ്യം വലിപ്പത്തിന് തന്നെയാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് കല്ലുപ്പ് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങിൻ്റെ ഒപ്പം തന്നെ വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു വിസിലൊക്കെ മതിയാവും കേട്ടോ. ഇത് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ നമുക്കിതൊന്ന് കുക്ക് ചെയ്യാനായിട്ട് മാറ്റാം. ആ ഒരു സമയത്ത് നമുക്ക് മറ്റൊരു പാൻ എടുത്തേച്ചും അതിലോട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം തന്നെ മല്ലിപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3 സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. മുളക് പൊടി ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് വേണം കേട്ടോ ചേർക്കാനായിട്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് 2 സ്പൂണോളം ചിക്കൻ മസാലയും 1 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും പൊടികളാണ് ഞാൻ ചേർത്തേക്കുന്നത്. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വേണം കേട്ടോ ചൂടാക്കി എടുക്കാനായിട്ട്. ഒരു കാരണവശാലും ഇത് കരിഞ്ഞു പോകരുത്. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് നല്ല മസാലയുടെ സ്മെല്ല് വരും കേട്ടോ. അതുവരെ നമ്മളിത് ചൂടാക്കി എടുക്കണം. ചൂടായതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്താലും നിങ്ങൾ ഇളക്കി കൊടുക്കണം കേട്ടോ. അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചാലും മതി കേട്ടോ ചൂടാറാനായിട്ട്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് മറ്റൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് 1.5 സ്പൂണോളം ഇഞ്ചി ചതച്ചതും 1.5 സ്പൂണോളം വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം. ആ ഒരു ഫ്ലേവറും മണമൊക്കെ നന്നായിട്ട് വരും കേട്ടോ, ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ. അതിനുശേഷം നമുക്ക് അതിലോട്ട് സവാള ചേർത്ത് കൊടുക്കാം. 3 സവാള നീളത്തിൽ കട്ട് ചെയ്തേക്കണെയാണ്, കനം കുറച്ചിട്ട്. ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള കല്ലുപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നോട്ടോ, ജസ്റ്റ് ഒന്ന് വഴന്നാൽ പോരാ. ഇവിടെ നമ്മൾ സവാള ക്യൂബ്സ് ആയിട്ടല്ല കേട്ടോ കട്ട് ചെയ്യേണ്ടത്. കാരണം ഇതിൽ നമ്മൾ സവാള നന്നായിട്ട് കുഴഞ്ഞ് കിട്ടണം. നല്ലൊരു കുഴഞ്ഞ കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പിന്നെ ഞാൻ അതേ സവാള നന്നായിട്ട് വഴന്ന് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം ഒരു ബ്രൗൺ കളറൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു വലിയ തക്കാളി വളരെ കനം കുറച്ച് കട്ട് ചെയ്ത് അതും ഞാൻ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതും നന്നായിട്ട് കുഴഞ്ഞ് കിട്ടാനായിട്ടാണ് നമ്മൾ നീളത്തിൽ കട്ട് ചെയ്ത് ചേർക്കുന്നത്. അപ്പോൾ 2 തക്കാളിയും സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം നമ്മൾ അതിലോട്ട് നമ്മൾ ചൂടാക്കി വെച്ചിട്ടുള്ള മസാലയുടെ പൊടി ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സാക്കി എടുക്കുക കേട്ടോ. ആ ഒരു മസാലയൊക്കെ നന്നായിട്ട് സവാളയിൽ കോട്ടായിട്ട് വരണം. ഇനി നമ്മൾ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും ചേർത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ, അപ്പോൾ ഒറ്റ വീസിലടിക്കുമ്പോൾ തന്നെ നമ്മൾ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ. അതിൽ കൂടുതൽ അടിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഉരുളക്കിഴങ്ങ് വെന്ത് ഉടയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്രയും മതി. ഇനി ഇതേ ഈ ഒരു സവാളയിൽ ആ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് കോട്ടായിട്ട് എടുക്കണം. അപ്പോൾ ഇനി അധികം ടൈമില്ല കേട്ടോ. ഓൾറെഡി നമ്മൾ കുക്ക് ചെയ്തേക്കണ പൊട്ടറ്റോ ആയതുകൊണ്ട് തന്നെ ഇനി മസാല ജസ്റ്റ് ഒന്ന് പിടിക്കേണ്ട ആവശ്യമേ വരുന്നുള്ളൂ. ഇനി ഇതിലോട്ട് ഒരു ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ച് കൊടുത്തു. അപ്പോൾ നമുക്ക് എത്രത്തോളം ഗ്രേവി വേണോ അതനുസരിച്ചിട്ട് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് നമ്മൾ വെള്ളം ചേർത്ത് കൊടുത്താലും നല്ല കൊഴുപ്പുള്ള കറിയായിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാൻ ശ്രമിക്കണം കേട്ടോ. ഞാനിപ്പോൾ 1 ഗ്ലാസ്സോളം ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് നോക്കിയിട്ട് നമ്മൾ നമ്മൾ ചോറിൻ്റെ കൂടെ ആണെങ്കിൽ ഈ ഒരു ഗ്രേവിയിൽ മതി. ചപ്പാത്തിയുടെ ഒപ്പമൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി ഗ്രേവി നമുക്ക് ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇതിൽ ആ ഒരു വെളിച്ചെണ്ണയൊക്കെ അതേ തെളിഞ്ഞ് വരുന്ന സമയമാകുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രയും മതി ഇനി ഇത് ചൂടാക്കാനായിട്ട്. അപ്പോൾ ഗ്രേവി ഞാൻ പറഞ്ഞല്ലോ, ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുത്ത് നമുക്ക് ഗ്രേവിയാക്കി എടുക്കാം. അപ്പോൾ ഇത് നല്ല അടിപൊളി ഒരു കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള വ്യത്യസ്തമായ കറികളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ഓക്കെ, ബൈ, താങ്ക് യു.